ഇത് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ലെക്സ് പ്ലേ സീരീസിലാണ്. അപ്പം ലെക്സ് പ്ലേ സീരീസിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു ട്രേഡിംഗ് ഹാർഡിൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ വില്ലേജർ ബിൽഡർ എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഇവിടെ ഞാൻ കുറച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ പണിയണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു സ്ഥലത്ത് ഇവിടെ നമുക്ക് ബിൽഡ് ചെയ്യാം. എന്തായാലും ഇവിടെ ബിൽഡ് ചെയ്യാനാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രീ ഹൗസിൽ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തുകൊണ്ട് വരാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഷോക്കാണ് ഗൈസ്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഷോക്കായിരിക്കും അപ്പോൾ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഏതെങ്കിലും പുതിയ ആൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ലൂട്ട് എടുക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ തൽക്കാലത്തേക്ക്. നമുക്കിപ്പോൾ കുറച്ച് ട്രീസ് മതിയാകും, കുറച്ച് വുഡ്സ് മതിയാകും. ഇത്രയും മതിയായിരിക്കും തോന്നണം. കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യം വരത്തില്ല. ഡീപ്പ് സ്ലേറ്റ് കുറച്ചെടുത്തേക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റോൺ കട്ടർ അങ്ങനെ അതിൻ്റെ ആ സാധനം ഉണ്ടാക്കണം. നമുക്ക് അതിൻ്റെ ആവശ്യം എന്തായാലും നമുക്ക് ഒരു ബ്ലോക്ക് എന്തായാലും ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം വരും. നമുക്കിത് ഇവിടെ കുറച്ച് കോബിൾ സ്റ്റോൺ മെൽറ്റ് ചെയ്യാൻ വെക്കാം. അത് സ്റ്റോണായിട്ട് നമുക്ക് നേരെ മറ്റേ ആ സാധനം ഉണ്ടാക്കിയാൽ മതി. അപ്പോഴേക്കും നൈറ്റ് ആണുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആ ഡീപ്പ് സ്ലേറ്റ് വെച്ച് മറ്റേ ഇതുണ്ടാക്കാം ഗൈസ്. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. നോക്കട്ടെ. പോളിഷ്ഡ് ഡീപ്പ് സ്ലേറ്റ് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഇതുണ്ടാക്കണം. അതിൻ്റെ പേരെന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റാക്ക് മതി. അതിൻ്റെ ആവശ്യം വരത്തില്ല. നമ്മളെന്തായാലും ട്രേഡിംഗ് ഹാള് നല്ലോണം അങ്ങനെ വലുതാക്കുന്നില്ല. നമ്മുടെ അത്യാവശ്യം ട്രേഡ് എന്ന് വെച്ചാൽ നമുക്ക് മൈൻ ചെയ്തല്ലാതെ ആർമർ സെറ്റാക്കണം, ടൂൾസ് സെറ്റാക്കണം. പിന്നെ നമുക്ക് കുറച്ച് എൻചാൻറ്റ്മെൻറ്റ് ബുക്കും സെറ്റാക്കണം. അത് അത്രയൊക്കെ ആവശ്യമുള്ളതായിരിക്കും ട്രേഡിംഗ് ഹാൾ കൊണ്ട്. പിന്നെ വേറെ ട്രേഡൊന്നും അങ്ങനെ നടത്താൻ ചാൻസ് ഇല്ല. അപ്പോൾ ഓക്കെ, നമ്മളതങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ഡീപ്പ് സ്ലേറ്റ് ബ്രിക്സ് എന്നാണ് നോക്കണം അതിൻ്റെ പേര്. അപ്പോൾ നൈറ്റ് ആകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് നേരെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. എന്തായാലും ഒന്ന് സ്ലീപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് കാണാതെ ഒരു കഴിഞ്ഞ എപ്പിസോഡൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അതിൽ നമ്മൾ ബിൽഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബ്രീഡറായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം വർക്കിംഗ് ആണുണ്ട്. അതിൻ്റെ അകത്ത് കുറേ വില്ലേജർ കിടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ സ്ലാബിൻ്റെ ആവശ്യം ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ വെറുതെ സ്ലാബ് ഉണ്ടാക്കി. സാരമില്ല, കയ്യിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഷെയ്ഡറിട്ട് കളിക്കണം. അതെന്തായാലും പിന്നെ സെറ്റാക്കാം. എൻ്റെ ഈ ഫോണിലെന്ന് വെച്ചാൽ നമുക്ക് ഷെയ്ഡർ വൈബ്രൻറ്റ് ഇതാക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് പറഞ്ഞുകൂടാ. അത് ആക്കിയിട്ട് ഷെയ്ഡറിട്ട് നോക്കാൻ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. പക്ഷേ വേറെ ഫോണിലൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ലൈവൊക്കെ ഇടണം. ഇന്നലത്തെ ലൈവ് എന്തായാലും അങ്ങനെയാണ് ഞാൻ വന്നത്. അത് അത്യാവശ്യം ഒരു നല്ലൊരു ഷെയ്ഡറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഈ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും എല്ലാവരും ഗൈസ് ഈ ബിൽഡ് ഞാൻ എന്തായാലും ഇത് മാറ്റി പണി ഇതിപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിരിക്കണതാണ്. അപ്പോൾ അതെന്തായാലും ലൈവ് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഇനി തൊട്ട് എന്തായാലും ലൈവ് വരും. ഇനി കുറച്ച് ഡേയ്സും കൂടിയുള്ളൂ സ്കൂൾ എന്തായാലും തുറക്കാൻ. അപ്പോൾ മാക്സിമം ലൈവ് ഇടാൻ നോക്കാം. ലൈവ്സും വീഡിയോസും ഇടാൻ നോക്കാം. ഡെയിലി വീഡിയോ വരുന്ന രീതിയിൽ നോക്കാം ഗൈസ്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഡിസൈൻ ആയിട്ടുണ്ട്. ഇതെന്തായാലും തൽക്കാലത്തേക്കാണ് ഗൈസ്. എന്തായാലും ഞാൻ ഇത് മാറ്റി എന്തായാലും ബിൽഡ് ചെയ്യും. അപ്പോൾ ഇന്നെന്തായാലും ലൈവ് വരും ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. ഒരു 9 മണി 9:30 ഓക്കെ, അപ്പോഴേക്കും വരുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വേറെ എന്തെങ്കിലും തടസ്സം പറ്റുകയുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇടാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബിൽഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വില്ലേജസിനെയൊക്കെ നമ്മളെന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തായാലും ജോബൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ബെഡും കൂടി വെച്ചേക്കാം ഗൈസ്. ഇവിടെ ഒരു ബെഡ് ബാക്കിയുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മൾ ഓരോ വില്ലേജസിൻ്റെ പുറകിൽ ഓരോരോ ബെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല.
ഇപ്പുറത്ത് കുറച്ച് മൊത്തം ഒരു 28 വില്ലേജസ് ഉണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഹാളിൽ ഇനിയും നമ്മൾ ഈ റെയിലിൽ കൂടിയാണ് ഇത് കൊണ്ടുവന്നത് വില്ലേജസിനെ. ട്രേഡിംഗ് ഹാളല്ല, സോറി, ബ്രീഡറിൻ്റെ അവിടെ ഇനിയും കുറച്ച് വില്ലേജസ് കിടക്കുന്നുണ്ട് അതിൻ്റെ പൊക്കത്ത്. ഞാൻ കാണിച്ചു തരാം. പൊക്കത്തല്ല, താഴത്ത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇനി വേറെ യൂസിനൊക്കെ എടുക്കാം വില്ലേജസിനെ. ഇവിടെ ഒരു ക്യാറ്റ് എങ്ങാണ്ടും പോകുന്നുണ്ട് ഗൈസ്. അത് വൃത്തിയാക്കി കുഴിച്ചൊന്ന് ചാടി എന്നെ ടൈമാക്കണ്ട എന്തായാലും അവിടെ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അത് ഇപ്പോഴും 5-6 വില്ലേജസ് കിടക്കുന്നുണ്ട്. അവരെന്തായാലും അവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാം. അയൺ ഫാമിൻ്റെ ആവശ്യമൊക്കെ ഇനി വരും. നമുക്ക് പൊക്കത്തായിട്ട് കയറാം നൈസി. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ അയൺ ഫാം സെറ്റാക്കാം, അല്ലെങ്കിൽ വേറെ വല്ല ഇതും സെറ്റാക്കണം. അപ്പോൾ ഇനി പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മുടെ ലെക്സ് പ്ലേ ഭയങ്കര ലാഗാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറെ പരിപാടിയൊന്നും ഇനി ചെയ്യാനില്ല. നമ്മൾ ട്രേഡിംഗ് ഹാൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഡിസൈനൊക്കെ ഞാൻ എന്തായാലും ലൈവിൽ സെറ്റായിക്കോളാം. പിന്നെ ഇനി വില്ലേജസിന് ജോബ് കൊടുക്കണം, അത് ഞാൻ മിക്കവാറും ലൈവിൽ തന്നെ ചെയ്തോളാം. അതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആകും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ഗൈസ്.